നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവ്. പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്ക എന്നരുൾവു നാരായണായ നമ. നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവ്. പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്ക എന്നരുൾവു നാരായണായ നമ. നക്ഷത്രപംക്തി, നക്ഷത്രക്കൂട്ടവും ഇന്ദുപ്രകാശം, ചന്ദ്രന്റെ പ്രകാശവും ഒളിക്കും. എപ്പോഴാ ഒളിക്കുക? ദിവാകരൻ ഉദിക്കുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ. പക്ഷീഗണം ഗരുഡനെ കണ്ടിട്ട് തൊഴുതിട്ട് പറയാണ് ഞങ്ങളെ രക്ഷിക്കൂന്ന്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വാച്യാർത്ഥം, അല്ലെങ്കിൽ ആദ്യം നമുക്ക് കിട്ടുന്ന അർത്ഥം. ഇതിന്റെ ആന്തരികാർത്ഥത്തിലേക്ക് കടക്കാം. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നക്ഷത്രങ്ങളും ചന്ദ്രനും പ്രകാശമില്ലാത്തവരായിട്ട് തീരും. ഇവിടെ സൂര്യനെ പരബ്രഹ്മമായിട്ട് കൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആചാര്യന്മാരുടെ രീതിയാണ്. ഗായത്രിയൊക്കെ നമ്മളെ കൊണ്ട് ചൊല്ലിക്കുന്നത് അതുകൊണ്ടാണ്. കാണപ്പെടുന്ന ഏറ്റവും വലിയ തേജസ് നമ്മോടടുത്ത് നിന്നിട്ട് നമ്മുടെ ജീവിതത്തിനൊക്കെ നിയാമകമായിട്ട് നമുക്ക് ഊർജം തരുന്നു, വെളിച്ചം തരുന്നു, പഴം തരുന്നു, പച്ചക്കറി തരുന്നു, എല്ലാം തരുന്നു, മരങ്ങളെ തരുന്നു, ഒക്കെ തരുന്നു. ഇത് സൂര്യനാണ്. ഈ സൂര്യൻ ദിവാകരനാണ്. ദിവം പറഞ്ഞ പകല്, ദിവാകരൻ പകലിനെ വെളിച്ചത്തെ ഉണ്ടാക്കുന്നവർ. ചൈതന്യമാണ് വെളിച്ചം. അത് നിത്യമായിട്ടുള്ള സത്യമാണ്, സനാതനമാണ്. അതുകൊണ്ട് ദിവാകരൻ പരബ്രഹ്മമാണ്, സൂര്യൻ പരബ്രഹ്മമാണ്. സൂര്യന്റെ പരബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടായാൽ പിന്നെന്താണ്? നാനാത്വ വൈവിധ്യബോധം ഉണ്ടാവില്ല, മാറും. നക്ഷത്രങ്ങളും ചന്ദ്രനും പ്രകാശ വസ്തുക്കളാണ്. ചന്ദ്രനാകട്ടെ ഒറ്റയ്ക്ക് പ്രകാശമില്ല, സൂര്യന്റെ വെളിച്ചം പകർന്നാണ് തിളങ്ങുന്നത്. ഏതായാലും ഭൗതിക വസ്തുക്കളും അവയെക്കുറിച്ചുള്ള ബോധവും നമുക്കുണ്ട്. ഈ നാനാത്വ ബോധം നമ്മിലുള്ള ആത്മപ്രകാശത്തിൽ തന്നെ നാം പരിമിതി കൽപ്പിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇന്നിപ്പോ ദേവിയമ്മയുടെ അത് വായിച്ചില്ലേ നമ്മള്, റിജ ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഞാനത് അതിലൊരു സിദ്ധൻ വന്നുവല്ലോ. സിദ്ധൻ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു പാമ്പ് വന്ന് അടുത്ത് കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ അത് പേടിയാണ് പറഞ്ഞിട്ട് മീനാക്ഷി സിദ്ധര് അത് വേണ്ടാന്ന് വെച്ചു പറഞ്ഞു ഒരാൾക്ക്. അതിലെഴുതിയിട്ടുണ്ട് റിജ ദേവിയമ്മ. അതെന്താണ്? താൻ തന്നെയാണ് ഇയാളും എന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ്, പാമ്പ് തന്നെ ഉപദ്രവിക്കില്ല എന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് പാമ്പ് വന്നിട്ട് അടുത്ത് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ രമണ മഹർഷിയുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അടുത്ത് കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ട് വരുന്നത്. അവര് ശരിക്കും പേടിച്ചിട്ടാണ്. അവരുടെ അതേ സോൾ തന്നെ മറ്റുള്ളവരിൽ കാണാൻ കഴിയുകയാണെങ്കിൽ ഒന്നിനും അതാണല്ലോ മുനിമാരുടെ ആശ്രമത്തില് സിംഹവും മാനും മുയലും ഒക്കെ വൈരില്ലാതെ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞത്. അവർക്കും പരമാത്മതത്വത്തെ മാത്രമേ ദർശിക്കാൻ കഴിയുന്നുള്ളൂ, മുനിക്കും അതേ കഴിയുന്നുള്ളൂ. അങ്ങനെ അപ്പോ പിന്നെ നമ്മളിലൊക്കെ നാനാത്വ ബോധം ഉള്ളത് കൊണ്ടാണ് നമ്മള് ഈ പറഞ്ഞ പോലെ എല്ലാറ്റിനെയും പേടിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മളുടെ ഉള്ളില് ആ ഒരു ഏകത്വം എന്നുള്ള എനർജി ഉണ്ടെങ്കിൽ ഒരു പാമ്പ് നമ്മളെ വന്ന് കടിക്കില്ല. അപ്പൊ നാഗലോകത്തെ പറ്റിയിട്ട് മോഹൻജി പറഞ്ഞ നമ്മൾ വായിച്ചല്ലോ അല്ലെ. നല്ല പാമ്പുകളെയൊക്കെ വിളിച്ചു എന്നും കുറച്ച് ബാക്കിയുള്ളത് പോവാൻ കൂട്ടാക്കാതെ അവിടെ നിന്നൊന്നും അതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഉള്ളതെന്നൊക്കെ മോഹൻജി പറഞ്ഞത് നമ്മള് വീക്ക്ലി ടോക്കിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോ ഓർമ്മ വന്നു എന്ന് മാത്രം. അപ്പോ ഈ നാനാത്വ ബോധം എന്താ അത്രേ? നമ്മുടെ ഉള്ളിലുള്ള ആത്മപ്രകാശത്തില് നമ്മൾ തന്നെ പരിമിതി കൽപ്പിക്കുന്നത് കൊണ്ട് ഉണ്ടാവണതാണ്. ഓരോ വസ്തുവിനെ കുറിച്ചുള്ള ബോധവും ഓരോ പ്രകാശ കണമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആത്മാരാമന്മാരായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ എല്ലാ പല രൂപത്തിലും പ്രകാശിതമാകുന്ന ബോധം. ഇപ്പോ ഈ വാഴയിൽ നിൽക്കുന്നത്, ആ ചെമ്പരത്തിയിൽ നിൽക്കുന്നത്, ആ മാവിൽ നിൽക്കുന്നത്, ആ നടന്നു പോകുന്ന പെണ്ണുങ്ങളിലുള്ളത്, ഈ പട്ടിക്കുട്ടികളിലുള്ളത്, എൻ്റെ കുട്ടിയിലുള്ളത്, അപ്പുറത്തെ കുട്ടികളിലുള്ളത്, എല്ലാ ബോധവും പല പല പ്രകാശങ്ങളായിട്ട് കാണുന്നത് നക്ഷത്രപംക്തി. അതിലൊക്കെ ഞാൻ ബോധം കാണാൻ തുടങ്ങുകയാണെങ്കിൽ കുഞ്ഞു 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 വട്ടങ്ങളായിട്ട് കാണുന്നു ഞാന്. ഈ കുഞ്ഞു കുഞ്ഞു വട്ടങ്ങള് ഒക്കെ മാറി ഒരൊറ്റ വലിയ സൂര്യനായിട്ട് മാറും.
നാനാരൂപങ്ങളിൽ പ്രകാശിതമാകുന്ന ബോധങ്ങൾ അസ്തമിച്ചിട്ട് ഒരൊറ്റ ഒന്നായിട്ട് മാറുന്നു. എന്ന് വെച്ചാൽ അനേക ദേവന്മാരുടെ സങ്കല്പങ്ങൾ. ഗുരുവായൂരപ്പനെ തൊഴുതു ഇന്നിപ്പോ കടമ്പ്രമേനെ എങ്ങനെ ഇപ്പൊ തൊഴാന്ന് പോണല്ലോ, എനിക്കാണെങ്കിൽ വയ്യേനും എന്ന് ഞാൻ വിചാരിക്കണു. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം പൊന്നാനി പോയിട്ട് അവിടെ നിന്നൊക്കെ ദേവീനെ തൊഴണം. പിന്നെ അയ്യപ്പൻ അമ്പലത്തിലാണ് പോണത്, അവിടെ വിഷ്ണു ഉണ്ട്, രണ്ടാളെയും തൊഴണം. ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങള് ആരും തൊഴണ്ട, അവനാന്റെ ഉള്ളിക്ക് മാത്രം നോക്കിയാൽ മതി. അത് തന്നെയാ ഞാൻ, അഹം ബ്രഹ്മം അസ്മി എന്ന ഒരൊറ്റ ഉപനിഷത്ത് വാക്യത്തിൽ മുറുകെ പിടിക്കുമ്പോ നക്ഷത്രപംക്തിയും പോകും, ഇന്ദുപ്രകാശവും പോകും. എന്ന് വെച്ചാൽ നക്ഷത്രപംക്തിയെ പോലുള്ള നാനാബോധങ്ങളും ഇല്ലാണ്ടാവും, ഇന്ദുപ്രകാശം പോലെ പ്രതിഫലിക്കുന്നതും ഇല്ലാണ്ടാവും. ആ ഒരൊറ്റ പരമ്പൊരുൾ മാത്രം ജ്വലിച്ചുകൊണ്ട് ഇരിക്കും. അപ്പോഴാണ് നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്ന അതിന്റെ അർത്ഥം അറിയാം. അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് ബോധമായിട്ട് മാറണം. ഇപ്പൊ എന്റെ സിനിഷ പറയും പോലെ കണ്ണൻ മാത്രമേ ഉള്ളൂ, ബാബിയും വേണ്ട, രാമനും വേണ്ട, ഒന്നും വേണ്ട, എന്റെ കണ്ണൻ എല്ലാം ഒന്നാണെന്നുള്ള ബോധം വരുമ്പോ കണ്ണൻ മാത്രം മതി. പക്ഷെ മറ്റുള്ളതിനെയും കൂടെ അതും ഇത് തന്നെയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവണ്ടേ. അങ്ങനെ പിന്നെ അതൊക്കെ അത് ഈ രൂപങ്ങളൊന്നും തന്നെയല്ല, അത് വലിയൊരു വെളിച്ചമാണ് എന്ന് വരുമ്പോ എല്ലാം മാറും. പക്ഷീഗണം ഗരുഡനെ കാണുമ്പോ വരും, അഭയം തരൂ എന്ന് പറയും. പക്ഷീഗണത്തിന് നമുക്ക് മനുഷ്യർക്ക് മനുഷ്യരൂപത്തിലുള്ള ദൈവം, കൃഷ്ണനായാലും രാമനായാലും ബാബയായാലും മോഹൻജിയായാലും കൈതൊഴുന്നു നമ്മൾ രക്ഷിക്കണേ പറഞ്ഞിട്ട്. പക്ഷികളാകട്ടെ അവർക്ക് മനുഷ്യരൂപത്തിലുള്ള ദൈവം അല്ലല്ലോ, അവർക്ക് പക്ഷിരൂപത്തിലുള്ള ദൈവമാണ്. ഗരുഡനാണ് അവരുടെ ദൈവം. ആ ഗരുഡനെ കാണുമ്പോൾ രക്ഷിക്കൂ എന്ന് പറയുന്നത് പോലെ ഗരുഡ ശബ്ദവും പരബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷികള് എന്ന് പറയുന്നത് ആത്മാവിലുള്ള നാനാത്വമാണ്. പരബ്രഹ്മജ്ഞാനം ഉദിക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ചജ്ഞാനം അസ്തമിക്കും. ഓരോ പക്ഷിയിലുള്ള ബോധം ഒരൊറ്റ ഗരുഡ ബോധത്തിലേക്ക്, എല്ലാ നക്ഷത്രത്തിലും ചന്ദ്രനുമുള്ള ബോധം ഒരൊറ്റ ദിവാകര ബോധത്തിലേക്ക് മാറുന്ന സമയത്ത് നമ്മള് കൂടുതൽ സൂക്ഷ്മമായി തീരും. അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. പക്ഷി ശബ്ദത്തിന് യോഗി എന്നൊരർത്ഥം എടുക്കാം. യോഗികൾ ആരെയാണ് അഭയം പ്രാപിക്കുന്നത്? പരബ്രഹ്മത്തെയാണ്. ഗരുഡൻ പരമഹംസന്മാരുടെയും പരമഹംസനായിട്ടുള്ള പരമാത്മാവാണ്. വ്യക്തിനിഷ്ഠമായിട്ട് പലതായി പ്രകാശിക്കുന്നതായിട്ട് സങ്കല്പിക്കപ്പെടുന്ന ജീവാത്മാവ് പരമാത്മാവ് എന്ന ബോധം ഉദിക്കുമ്പോൾ നമ്മുടെ നാനാത്വ ബ്രഹ്മം മാറും. പ്രപഞ്ചവും ബ്രഹ്മവും എന്നുള്ള ദ്വൈതബോധം പരബ്രഹ്മ ദർശനത്തിൽ മറയും എന്ന താല്പര്യാർത്ഥത്തിലാണ് ഈ പദ്യഭാഗം നിൽക്കുന്നത് എന്ന് പറയുന്നു. മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന്, തത്പ്രാണദേഹവും അനിത്യം കളത്രധനം, സ്വപ്നാദിയിൽ പലവു കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്ക. ഹരിനാരായണായ നമ. മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന്, തത്പ്രാണദേഹവും അനിത്യം കളത്രധനം, സ്വപ്നാദിയിൽ പലവു ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക. ഹരിനാരായണായ നമ. മൽപ്രാണനും പരനും ഒന്നെന്ന് ഉറയ്ക്കുന്നവന്, എന്റെ പ്രാണനും അന്യനും ഒന്നാണ് എന്ന് ഉറയ്ക്കുന്ന ആൾക്ക്. തത്പ്രാണദേഹവും അനിത്യം, ആ പ്രാണനും ദേഹവും ഒക്കെ അനിത്യാണ്. കളത്രം ധനം, സ്വപ്നാദിവിൽ അതൊക്കെ സ്വപ്നത്തില് കാണുന്ന പോലെയുള്ളൂ. അങ്ങനെ ഗ്രഹിക്കണം, അല്ലയോ ഹരിനാരായണായ നമ. അർത്ഥം: എന്റെ പ്രാണനും പരനും ഒന്നെന്നുറയ്ക്കുന്നവന്, ഭൗതിക ശരീരബദ്ധമായ ആത്മാവാണ് ജീവൻ. എന്റെ ജീവനും പരബ്രഹ്മവും ഒന്നാണ് എന്ന അനുഭവമാണ് ജീവിത പൂർണ്ണത. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള ഐതരേയം, ബൃഹദാരണ്യകം, ഛാന്തോക്യം, മാണ്ഡൂക്യം എന്നീ 4 ഉപനിഷത്തുകളിലായിട്ട് പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ എന്ന 4 മഹാവാക്യങ്ങൾ ഉണ്ട്. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീതയും എല്ലാം ഈ വാക്യങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ്. ഉപദേശ മനനാനുഭവ രൂപത്തിലുള്ള ഈ വാക്യങ്ങളുടെ പൊരുൾ അറിയാണ് ജീവിത ലക്ഷ്യം. ഞാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ അതിൽ ഉൾപ്പെടും. അതുകൊണ്ടാണ് ബാബ ബ്രഹ്മ ദർശനം അമ്മയ്ക്ക് കാട്ടിക്കൊടുത്തത്. ഭഗവാൻ കൃഷ്ണൻ യശോദയുടെ നോക്കിയപ്പോ കണ്ണന്റെ വായില് പ്രപഞ്ചം മുഴുവൻ കണ്ടത്.
അത് ഞാൻ ഈ പ്രപഞ്ചമാണെന്നുള്ള ഉത്തമമായ ബോധത്തിൽ നിന്ന് വന്നതാണ്. എന്നോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെയാണ് പ്രപഞ്ചമായിട്ട് അഹന്തയുടെ രൂപം കൈക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഞാനും എന്റേതും, ഇതാണ് ഞാനും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം. ഇത് മാറുകയാണ് ആവശ്യം. അത് മാറിക്കഴിയുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? തൽ പ്രാണദേഹവും അനിത്യം കളത്രധനം. എന്റെ പ്രാണനും ദേഹവും കളത്രവും ധനവും മറ്റെല്ലാം തന്നെ അനിത്യമാണ്, അപേക്ഷികങ്ങളാണ്. അതിനാൽ അവയ്ക്ക് നിത്യസത്യത്വം ഇല്ല. അവ ഞാൻ എന്ന അഹന്തയുടെ സൃഷ്ടികളാണ്, മായാനിർമ്മിതമാണ്. എന്റേതെന്ന് ഞാനെന്ന് പറയുന്നത് വാസ്തവത്തിലുള്ള എന്നെയല്ല, നേരെ മറിച്ച് നിഴലുകളെയാണ്, അനിത്യമായ വസ്തുക്കളെയാണെന്ന് തെളിയും. കഴിഞ്ഞില്ലേ, ഒരു സൂക്കട് വന്നു, ആശുപത്രിയിലായി, പോയി, കുറെ കാശും ചെലവാക്കി, തീർന്നു. പിന്നെ എന്താ ഉള്ളത്? കൂടെ നിൽക്കുന്ന ഭർത്താവുണ്ടോ, അമ്മ ഉണ്ടോ, അച്ഛനുണ്ടോ, മകളുണ്ടോ, മകളുടെ ഭർത്താവുണ്ടോ, മകന്റെ ഭാര്യ ഉണ്ടോ, പട്ടിക്കുട്ടികളുണ്ടോ, അമ്മായിയപ്പുണ്ടോ, അമ്മായിയമ്മ ഉണ്ടോ, നാത്തൂനുണ്ടോ? ഒരാളും ഇല്ല. ബാങ്കിൽ കിടക്കുന്ന 50 ലക്ഷമോ 1 കോടിയോ ഉണ്ടോ? വലിയ വീടുണ്ടോ? തേച്ച് മിനുക്കി ഉണ്ടാക്കിയിട്ടുള്ള വലിയ വീടുണ്ടോ? ഭൂമി ഉണ്ടോ? നാനാവിധത്തിലുള്ള ശിഷ്യസമ്പത്തുണ്ടോ? ഒറ്റൊന്നുമില്ല. ഒക്കെ മാഞ്ഞു പോയി. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആത്മതത്വം താനേ പ്രകാശിക്കും. ഒരു മനുഷ്യ ജീവി ഉണ്ടാവില്ല. ഇനിയിപ്പോ ഉണ്ടായാൽ തന്നെ അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. നാനാതരം ആളുകളും നിരന്തരം സന്ദർശിച്ചിരുന്നു MT വാസുദേവൻ ആശുപത്രി കിടക്കുമ്പോൾ. ഞാൻ പോയിട്ടില്ല കേട്ടോ, എനിക്ക് പോകാൻ തോന്നിയില്ല. അപ്പൊ അദ്ദേഹം ഉണ്ടായപ്പോ, അവരൊക്കെ ഉണ്ടായിട്ടും, എത്രയോ കോടി ഉറുപ്പ്യ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ജീവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞോ? ആരുടെ ജീവനെയും പിടിച്ചു വെക്കാൻ കഴിയില്ല. അനിത്യം. ഇപ്പൊ സാധാരണ ഒരു പിതൃവായിട്ട് പോയിട്ട് അവിടെ പിതൃ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. അനിത്യം തന്നെ. ഇത് നോക്ക, ഇത് നമ്മൾ അഹന്ത, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് വിചാരിച്ച് ജീവിക്കുന്നത് തനി അഹന്തയാണ്, ഒന്നുമില്ല. അപ്പൊ ഈ വാസ്തവത്തിലുള്ള ഞാന് അല്ലല്ലോ ഇത്. അത് ഞാനല്ല, എന്റെ നിഴലുകളാണ്, അനിത്യമായ വസ്തുക്കളാണ്. സമുദ്രത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള അലകളും മലരികളും ചുഴികളൊക്കെ ഉണ്ട്. അവയൊക്കെ സമുദ്രം എന്നല്ലാതെ, ജലമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അറിയുന്നത് പോലെ കേവല ബോധരൂപത്തിലുള്ള പരമചൈതന്യമല്ലാതെ പ്രപഞ്ച രൂപത്തില് ഭാര്യാപുത്രാദി രൂപത്തിൽ കാണുന്ന അലകളും മലരികളും വ്യത്യസ്തങ്ങളല്ല. അതിനെയൊക്കെ നമ്മള് ആത്മാവായിട്ട് കണ്ടാൽ നമുക്കെന്തില്ല, ഒരു സങ്കടവും ഉണ്ടാവില്ല. ഒരു ഉപനിഷത്തിലെ വാക്യം പറയേണ്ടത് പറയാൻ ഞാൻ ഇന്നിപ്പോ ഒത്തിരി സമയമുള്ളതുകൊണ്ട് 2 ശ്ലോകം വ്യാഖ്യാനിക്കുകയാണ്. ചാന്തോക്യോപനിഷത്തില് ഉദ്ദാലക മഹർഷിയുടെ വാക്യം, യഥാ ഏകേനൈവ മൃത്പിണ്ഡേന സർവം മൃണ്മയം അവിജ്ഞാതം വിജ്ഞാതം സ്യാത് വാചാരംഭണം വികാരോ നാമധേയ മൃത്തികേത്യവ സത്യം. എങ്ങനെയാണ് ഒരൊറ്റ മൺകട്ട അറിഞ്ഞാല് മണ്ണുകൊണ്ടൊരു മെനഞ്ഞ കുടം, ചട്ടി തുടങ്ങിയ അറിയപ്പെടാത്ത വസ്തുക്കൾ അറിയപ്പെട്ടതായി തീരുകയും കേവലം ശബ്ദത്തിലൂടെ കിട്ടുന്ന പേര് മാത്രമാണ് രൂപം, മണ്ണല്ലാതെ കലവും ചട്ടിയും മണ്ണിൽ നിന്ന് ഭിന്നമായിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. അതുപോലെ ബ്രഹ്മമില്ലാതെ പ്രപഞ്ചം വേറെയില്ല. നാമഘടിതമായ അഥവാ ആശയരൂപങ്ങൾ മാത്രമാണവ. കൃഷ്ണൻ എന്നത് ഒരാശയമാണ്, ഫ്രീക്വൻസിയാണ്. ഞാനൊരാശയാണ്, എൻ്റെ അമ്മ ഒരാശയാണ്, അച്ഛനൊരാശയാണ്, കാടാമ്പുഴമ്മ ഒരാശയാണ്. അതിനെ രൂപത്തിൽ കൊണ്ടുവന്നതാണ്. വേറൊരു തമാശ പറയാം ഇതിന്റെ കൂട്ടത്തില്. ഞാൻ പാങ്ങ് ആദവനാട് സ്കൂള് കാടാമ്പുഴയുടെ വളരെ അടുത്താണ് കേട്ടോ. അബു എന്ന് പറഞ്ഞിട്ടൊരു മാഷുണ്ട്, പുട്ടവർത്തിയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. ഒരുപാട് നമ്മുടെ രീതിയിലും വലിയ ഭക്തനാട്ടോ, വലിയ സൂഫി തുല്യനായിട്ടുള്ള ആളാണ്. പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അബുവിന്റെ ഉപ്പ മൊയ്ലിയാരായിരുന്നു, നേരത്തെ മരിച്ചുപോയി. കടമ്പുഴക്കാരൊക്കെ മുസ്ലിംസ് ആണെങ്കിലും അവര് കടമ്പുഴ ദേവിയുടെ ഉത്തമ ഭക്തരാണ്. ശബരിമലയ്ക്ക് പരിസരത്തുള്ളവരൊക്കെ മലയ്ക്ക് പോകുന്ന പോലെ അവര് കടമ്പുഴ ദേവിയെ അംഗീകരിക്കുകയും ആദരിക്കുകയും അമ്പലത്തിൽ വഴിപാട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എന്നോട് ദിവസം സ്വകാര്യമായിട്ട് പറഞ്ഞതാണ്, ഒരിക്കൽ സുബൈ കഴിഞ്ഞിട്ട് നടന്നു വരുമ്പോ ഒരു വെളിച്ചം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അത്രേ. പിന്നെ ഞാൻ അന്ന് കടമ്പുഴ, ഇപ്പോഴും അതെ, മുമ്പത്തെ അത്ര ഭ്രാന്തില്ല, നിരന്തരം കടമ്പുഴയ്ക്ക് പോകും. എല്ലാവർക്കും അതറിയാം. സ്കൂളിൽ നിന്ന് ഒരു നേരം ഒഴിവിട്ടിയാൽ ഒന്ന് പോയിട്ട് വരും. അവളെ കാണാതെ എനിക്ക് ഇരിക്കാനേ പറ്റില്ല, അങ്ങനെയായിരുന്നു. അപ്പോ അങ്ങനെ അവള്
ഒരു 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 തിരി, ഒരു വെളിച്ചം ഇങ്ങനെ അമ്പലത്തിന്റെ നേരെ യാത്ര ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന് മൊയിലിയാരിപ്പ പറഞ്ഞിട്ട് അബു എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വകാര്യമായിട്ട്. പുട്ടപർത്തി പോയിട്ടുണ്ട്, ബാബേനെ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത് മാടമ്പിയാർക്കാവിലേക്ക് വെളിച്ചമായിട്ട് ദേവി അങ്ങോട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് പോകും. മാടമ്പിയാർക്കാവില് കിരാതമൂർത്തിയാണ്. അപ്പോ ഞാൻ ശിവചേച്ചി നന്ദേട്ടനും കൂടി പോയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവരോട് വന്നപ്പോ. അപ്പൊ ആ വെളിച്ചം ഇവിടുന്ന് അങ്ങനെ സന്ധ്യ കഴിഞ്ഞാൽ അങ്ങോട്ട് സഞ്ചരിക്കും, രാവിലെ അങ്ങോട്ട് സഞ്ചരിക്കും. അങ്ങനെയുണ്ട്. രാവിലെ നട തുറക്കുന്ന സമയമാകുമ്പോഴേക്കും ഇങ്ങോട്ട് വരും. അതുവരെ ഭർത്താവിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പൊ അതായിരിക്കാം ഒരു വെളിച്ചം നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ രൂപം അവിടെ വിഗ്രഹ രൂപത്തില് ആദ്യം ഒരു കുഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. ഞാനൊക്കെ പോണ സമയത്ത് ഒന്നുമില്ല, നിലം മാത്രമേ ഉള്ളൂ. അവിടെയാണ് പൂമൂടല്. പിന്നെയാണ് അതിനെ ആദ്യം കുഞ്ഞു വിഗ്രഹമാക്കി. അടുത്താണ്, 2 കൊല്ലം മുമ്പെയാണ് ആ വലിയ ഗോളകയൊക്കെ വന്നിരിക്കുന്നത്. വലിയ രൂപം ഇപ്പൊ കാണുന്നുണ്ടല്ലോ, അത് അടുത്ത കാലത്ത് ഉണ്ടാക്കിയത്. 2-3 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം ഒരു കുഴി മാത്രമേ ഉള്ളൂ. ആ കുഴിയിലാണ് ചൈതന്യം ഉണ്ടായിരുന്നത്. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഇതൊക്കെ മോളെ ഞാൻ അവരോട് കൊണ്ടുപോയിക്കല്ലാതെ പിന്നെ അപ്പൊ പറഞ്ഞു വന്നത് ഇതൊക്കെ എന്താണ്, ചട്ടിയും കലവും ഒക്കെ ഒരു മണ്ണാണ്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്? കുടവും കലവും ഒക്കെ കേവലം മണ്ണ് മാത്രമാണ്. കൃഷ്ണനും കാടാമ്പുഴമ്മയും ശിവനും ബാബിയും മോഹൻജിയും ഒക്കെ കേവലം ഒരു ബോധം മാത്രമാണ്, വെളിച്ചം മാത്രമാണ്. അതുപോലെ ബ്രഹ്മമില്ലാതെ പ്രപഞ്ചമില്ല, നാമഘടിതമായ ആശയരൂപം മാത്രമാണെന്ന് ധരിക്കണം. സ്വപ്നാദിയിൽ പലവ് കണ്ടാൽ ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക. സ്വപ്നത്തിൽ പലതും കാണുന്നുണ്ട്. ഈ ജന്മത്തിലും കഴിഞ്ഞു പോയിട്ടുള്ള ജന്മങ്ങളിലും ഒക്കെയുള്ള അനുഭവങ്ങളുടെ മണ്ഡലമാണ് ഉപബോധ മനസ്സ്. ആ ഉപബോധ മനസ്സിലുള്ളവ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോഴാണ് ക്ലിയർ ആയത്. രണ്ടും ഉണ്ട് കേട്ടോ. അപ്പൊ ഡ്രീം എന്ന് പറയുന്നത് ഉപബോധ മനസ്സിലുള്ളതാണ്. ഉപബോധ മനസ്സില് ഈ ജന്മത്തെ മാത്രമൊന്നും ആവില്ല ഉണ്ടാവുക. ചിലപ്പോ കഴിഞ്ഞ ജന്മത്തെ, മുമ്പത്തെ ജന്മത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവും. അതും സ്വപ്നമായിട്ട് ചിലപ്പോ വരും. നമ്മൾ കൂടുതൽ കീനാവുമ്പോ, കൂടുതൽ കോൺഷ്യസ്, കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോ. അതുകൊണ്ടാണ് ധ്യാനാനുഭവം കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോഴൊക്കെ ഡ്രീംസ് വരുന്നതെന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ദൈവമേ, ഈ പുസ്തകവും കുറക്കാലം എൻ്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ ഇതും കൃത്യമായിട്ട് വായിച്ചിട്ടില്ല. ഇത് കേരളത്തിന്റെ തുയിലുണർത്തു പാട്ടായിരുന്ന ഹരിനാമകീർത്തനത്തിന് ശ്രീ രാമവർമ്മ തമ്പുരാന്റെ വ്യാഖ്യാനാണ് ഇത് കേട്ടോ. അപ്പോ ഉപബോധ മനസ്സിലുണ്ടാവണ അത് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടും. ജാഗ്രതത്തിൽ ഉണ്ടാകുന്ന അനുഭവം പോലെ തന്നെയാണ്. ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നാനുഭവങ്ങൾ അസത്യവും ജാഗ്രത സത്യമായിട്ട് മാറും. അത് നമുക്ക് തോന്നണം, അയ്യോ ഇതെന്താ, ഇത് വേറൊരു സ്വപ്നമാണ്, ഇതൊന്നും ഉള്ളതായിരിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ എന്താ, ഒരു യുക്തിക്കും നിരക്കാത്തതാണല്ലോ ഈ കാണുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഉണർന്നാലുള്ള അനുഭവം യുക്തിക്ക് നിരക്കാത്തതല്ലേ? എന്തൊരു വിഡിത്താണ് ഓരോ ദിവസവും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സ്വപ്നമാണ് അല്ലേ? സ്വപ്നം പോലെ പിന്നെയും മിറ്റടിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെയും ആകായി അടിച്ച് തുടച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പിന്നെയും യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മായും, ഒന്നുമില്ലാണ്ടോ. ഈ ശരീരം ഉള്ളപ്പോഴേ ഇതൊക്കെ ഉള്ളൂ. ഭംഗിയാക്കി വൃത്തിയാക്കി അല്ലേ? അതാണ് അവധൂതന്മാർക്ക് ഇതൊന്നും വേണ്ടാത്തത്. ബാബ മസ്ജിദിൽ തന്നെ ഇങ്ങനെ കിടന്നത്, ഒന്നും ചെയ്യാതെ കിടന്നത് അവർക്ക് ഇപ്പോ ഈ മായയാണെന്നുള്ള ബോധം ഉണ്ടായതുകൊണ്ടാ. മിനിമം അത്രേ വേണ്ടു. മിനിമം വസ്ത്രം, മിനിമം ഭക്ഷണം, മിനിമം ധനം ഒക്കെ. ഇതും വേണ്ട അവധൂതന്മാർക്ക്. അപ്പൊ ഇതൊക്കെ സ്വപ്നമാണ്. ഇതും ഇപ്പൊ കാണുന്നതും സ്വപ്നമാണ്, സ്വപ്നത്തിൽ രാത്രിയുള്ളതും സ്വപ്നമാണ്, ഉണർന്നാലും സ്വപ്നമാണ്. ഈ ജാഗ്രതും ഒരു വലിയ സ്വപ്നമാണ്. ജാഗ്രതാകുന്ന സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ പരമാത്മ ദർശനം. ജാഗ്രതും സ്വപ്നം തന്നെയാണെന്ന് തീരുമാനപ്പെടുമ്പോ പരമാത്മ ദർശനം ഉണ്ടാവും. ജാഗ്രതത്തിലുള്ള ഭാര്യ, സമ്പത്ത്, കുടുംബം, ബന്ധുജനങ്ങള് എല്ലാം എവരിത്തിങ് സ്വപ്നം പോലെ അസത്യമാണ് എന്ന് അറിയാലാകും. ജാഗ്രതത്തിലെ ബന്ധങ്ങളും അനുഭവങ്ങളും എല്ലാം സ്വപ്നത്തിലെ ബന്ധങ്ങളും അനുഭവം പോലെ തന്നെ അയഥാർത്ഥമാണ് എന്ന് ഗ്രഹിക്കണം. അങ്ങനെയല്ലല്ലോ ആൾക്കാര്. ജാഗ്രതത്തിലെ ഒക്കെ സത്യമാണ്. എല്ലാരും മരിക്കുന്നുണ്ട്, ഞാൻ മാത്രം മരിച്ചു പോവില്ല. എല്ലാവർക്കും പ്രളയം വരുന്നുണ്ട്, എല്ലാവർക്കും സുനാമി വരുന്നുണ്ട്, എല്ലാവർക്കും
വിഷമം വരുന്നുണ്ട്. എനിക്കൊന്നും വരില്ല എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കല്ലേ. ഞാൻ മാത്രം എല്ലാ കാലത്തും ഉണക്കി വെക്കും. പ്രഭേട്ടൻ പറയണ പോലെ. പ്രഭേട്ടന് എല്ലാരും മരിച്ചാലും പ്രഭേട്ടൻ മരിച്ചില്ലല്ലോ എന്നാണ്. പ്രഭേട്ടന് മരിക്കാൻ ഭയങ്കര പേടിയാ. കുറെ നന്മയൊക്കെ ചെയ്യും, പക്ഷെ പ്രഭേട്ടന് മരിക്കാൻ പേടിയാ. അങ്ങനെ. അപ്പോ അതുപോലെയാണ് കാര്യങ്ങള്. ഇന്ന് എനിക്കൊരു നല്ല മൂഡുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത ആഴ്ച ബാക്കി അടുത്ത വെള്ളിയും ശനിയായിട്ട് ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണേ. എന്തെങ്കിലുമൊക്കെ ചിന്തകൾ കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ അതും പറഞ്ഞു തരണം. സത്യത്തിൽ ഇതൊന്നും ഞാനിപ്പോ ഈ പുസ്തകവും പഠിച്ചിട്ടൊന്നും ഇല്ല. എൻ്റെ 14 കൊല്ലം ഞാൻ രാമായണത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പുറം ഇപ്പുറമൊന്നും എഴുത്തച്ഛനെ ഞാൻ ജസ്റ്റ് ഓടിച്ചു പോയി എന്നല്ലാതെ പഠിക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നിരിക്കുന്നത്. അതിന് ഞാൻ നിങ്ങളോടെല്ലാവരോടും, മായോടും ശോഭേച്ചിയോടും ഗുരുപരമ്പരയോടും ബാബയോടും ഒക്കെ നന്ദി പറയാണ്. അതുപോലെയാണ് അക്കിത്തം ഭാഗവത സമിതി. വെറുതെ ഒന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് ഭാഗവത സപ്താഹമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ അങ്ങനെ, സ്വപ്നങ്ങളാണല്ലോ, അങ്ങനെ വിചാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുള്ള ഒരു അവസരം ആദ്യമായിട്ട് സപ്താഹത്തിൽ പൂർണ്ണമായും ഭാഗവതം വായിക്കാനും കേൾക്കാനും ഉള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നിരിക്കുകയാണ്. പറഞ്ഞു തരാട്ടോ. നമുക്ക് അതൊക്കെ ഞാൻ സ്വായത്താക്കിയിട്ടുണ്ട്. വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യണം. ഭാഗവതമൊക്കെ ചർച്ച ചെയ്യണം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നാമകീർത്തനവും ഭഗവത്ഗീതയൊക്കെ ഒന്ന് കഴിയട്ടെ. നമുക്ക് ഭാഗവതവും ദേവി മഹാത്മ്യം ഒക്കെ എടുക്കണം. ആയിക്കോട്ടെ. ജയ് സായി മോഹൻറാം. അപ്പൊ എന്താണ് പറഞ്ഞത്? കുടവും കലവും ഒക്കെ കേവലം മണ്ണ് മാത്രമാണ്. കൃഷ്ണനും കാടാമ്പുഴമ്മയും ശിവനും ബാബിയും മോഹൻജിയും ഒക്കെ കേവലം ഒരു ബോധം മാത്രമാണ്, വെളിച്ചം മാത്രമാണ്. അതുപോലെ ബ്രഹ്മമില്ലാതെ പ്രപഞ്ചമില്ല. നാമഘടിതമായ ആശയരൂപം മാത്രമാണെന്ന് ധരിക്കണം. സ്വപ്നാദിയിൽ പലവ് കണ്ടാൽ ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക. സ്വപ്നത്തിൽ പലതും കാണുന്നുണ്ട്. ഈ ജന്മത്തിലും കഴിഞ്ഞു പോയിട്ടുള്ള ജന്മങ്ങളിലും ഒക്കെയുള്ള അനുഭവങ്ങളുടെ മണ്ഡലമാണ് ഉപബോധ മനസ്സ്. ആ ഉപബോധ മനസ്സിലുള്ളവ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോഴാണ് ക്ലിയർ ആയത്. രണ്ടുണ്ട് കേട്ടോ. അപ്പൊ ഡ്രീം എന്ന് പറയുന്നത് ഉപബോധ മനസ്സിലുള്ളതാണ്. ഉപബോധ മനസ്സില് ഈ ജന്മത്തെ മാത്രമൊന്നും ആവില്ല ഉണ്ടാവുക. ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തെ, അതിനുമ്പത്തെ ജന്മത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവും. അതും സ്വപ്നമായിട്ട് ചിലപ്പോൾ വരും. നമ്മൾ കൂടുതൽ കീനാവുമ്പോൾ, കൂടുതൽ കോൺഷ്യസ്, കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ടാണ് ധ്യാനാനുഭവം കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോഴൊക്കെ ഡ്രീംസ് വരുന്നതെന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ദൈവമേ, ഈ പുസ്തകം കുറക്കാലം എൻ്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ ഇതും കൃത്യമായിട്ട് വായിച്ചിട്ടില്ല. ഇത് കേരളത്തിന്റെ തുയിലുണർത്തു പാട്ടായിരുന്ന ഹരിനാമകീർത്തനത്തിന് ശ്രീ രാമവർമ്മ തമ്പുരാന്റെ വ്യാഖ്യാനാണ് ഇത് കേട്ടോ. അപ്പോ ഉപബോധ മനസ്സിലുണ്ടാവണ അത് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടും. ജാഗ്രതയിൽ ഉണ്ടാകുന്ന അനുഭവം പോലെ തന്നെയാണ്. ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നാനുഭവങ്ങൾ അസത്യവും ജാഗ്രത സത്യമായിട്ട് മാറും. അത് നമുക്ക് തോന്നണം, അയ്യോ ഇതെന്തത് വേറൊരു സ്വപ്നമാണ്, ഇതൊന്നും ഉള്ളതായിരിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അല്ലെങ്കിൽ എന്താ ഒരു യുക്തിക്കും നിരക്കാത്തതാണല്ലോ ഈ കാണുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഉണർന്നാലുള്ള അനുഭവം യുക്തിക്ക് നിരക്കാത്തതല്ലേ? എന്തൊരു വിഡിത്താണ് ഓരോ ദിവസവും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സ്വപ്നമാണ് അല്ലേ? സ്വപ്നം പോലെ പിന്നെയും മിറ്റടിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെയും ആകായി അടിച്ച് തുടച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പിന്നെയും യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മായും, ഒന്നുമില്ലാണ്ട്. ഈ ശരീരം ഉള്ളപ്പോഴേ ഇതൊക്കെ ഉള്ളൂ. ഭംഗിയാക്കി വൃത്തിയാക്കി. അതാണ് അവധൂതന്മാർക്ക് ഇതൊന്നും വേണ്ടാത്തത്. ബാബ മസ്ജിദിൽ തന്നെ ഇങ്ങനെ കിടന്നത്, ഒന്നും ചെയ്യാതെ കിടന്നത് അവർക്ക് ഈ മായയാണെന്നുള്ള ബോധം ഉണ്ടായതുകൊണ്ടാ. മിനിമം അത്രേ വേണ്ടു. മിനിമം വസ്ത്രം, മിനിമം ഭക്ഷണം, മിനിമം ധനം ഒക്കെ. ഇതും വേണ്ട അവധൂതന്മാർക്ക്. അപ്പൊ ഇതൊക്കെ സ്വപ്നമാണ്. ഇതും ഇപ്പൊ കാണുന്നതും സ്വപ്നമാണ്, സ്വപ്നത്തിൽ രാത്രിയുള്ളതും സ്വപ്നമാണ്, ഉണർന്നാലും സ്വപ്നമാണ്. ഈ ജാഗ്രതും ഒരു വലിയ സ്വപ്നമാണ്. ജാഗ്രതാകുന്ന സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ പരമാത്മ ദർശനം. ജാഗ്രതും സ്വപ്നം തന്നെയാണെന്ന് തീരുമാനപ്പെടുമ്പോ പരമാത്മ ദർശനം ഉണ്ടാവും. ജാഗ്രതത്തിലുള്ള ഭാര്യ, സമ്പത്ത്, കുടുംബം, ബന്ധുജനങ്ങള് എല്ലാം
എവരിത്തിങ്. സ്വപ്നം പോലെ അസത്യമാണ് എന്ന് അറിയാലാകും. ജാഗ്രത്തിലെ ബന്ധങ്ങളും അനുഭവങ്ങളും എല്ലാം സ്വപ്നത്തിലെ ബന്ധങ്ങളും അനുഭവം പോലെ തന്നെ അയഥാർത്ഥമാണ് എന്ന് ഗ്രഹിക്കണം. അങ്ങനെയല്ലല്ലോ ആൾക്കാര്. ജാഗ്രതയിലെ ഒക്കെ സത്യമാണ്. എല്ലാരും മരിക്കുന്നുണ്ട്, ഞാൻ മാത്രം മരിച്ചു പോവില്ല. എല്ലാവർക്കും പ്രളയം വരുന്നുണ്ട്, എല്ലാവർക്കും സുനാമി വരുന്നുണ്ട്, എല്ലാവർക്കും വിഷമം വരുന്നുണ്ട്. എനിക്കൊന്നും വരില്ല എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കല്ലേ. ഞാൻ മാത്രം എല്ലാ കാലത്തും ഉണക്കി വെക്കും. പ്രഭേട്ടൻ പറയണ പോലെ. പ്രഭേട്ടനെ എല്ലാരും മരിച്ചാലും പ്രഭേട്ടൻ മരിച്ചില്ലല്ലോ എന്നാണ്. പ്രഭേട്ടന് മരിക്കാൻ ഭയങ്കര പേടിയാ. കുറെ നന്മയൊക്കെ ചെയ്യും, പക്ഷെ പ്രഭേട്ടന് മരിക്കാൻ പേടിയാ. അങ്ങനെ. അപ്പോ അതുപോലെയാണ് കാര്യങ്ങള്. ഇന്ന് എനിക്കൊരു നല്ല മൂഡുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത ആഴ്ച ബാക്കി അടുത്ത വെള്ളിയും ശനിയായിട്ട് ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണേ. എന്തെങ്കിലുമൊക്കെ ചിന്തകൾ കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ അതും പറഞ്ഞു തരണം. സത്യത്തിൽ ഇതൊന്നും ഞാനിപ്പോൾ ഈ പുസ്തകവും പഠിച്ചിട്ടൊന്നും ഇല്ല. എൻ്റെ 14 കൊല്ലം ഞാൻ രാമായണത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പുറം ഇപ്പുറമൊന്നും എഴുത്തച്ഛനെ ഞാൻ ജസ്റ്റ് ഓടിച്ചു പോയി എന്നല്ലാതെ പഠിക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പം ഇങ്ങനെ ഒരു അവസരം വന്നിരിക്കുന്നത്. അതിന് ഞാൻ നിങ്ങളോടെല്ലാവരോടും, മായോടും ശോഭേച്ചിയോടും ഗുരുപരമ്പരയോടും ബാബയോടും ഒക്കെ നന്ദി പറയാണ്. അതുപോലെയാണ് അക്കിത്തം ഭാഗവത സമിതി. വെറുതെ ഒന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് ഭാഗവത സപ്താഹമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ അങ്ങനെ, സ്വപ്നങ്ങളാണല്ലോ, അങ്ങനെ വിചാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുള്ള ഒരു അവസരം ആദ്യമായിട്ട് സപ്താഹത്തിൽ പൂർണ്ണമായും ഭാഗവതം വായിക്കാനും കേൾക്കാനും ഉള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നിരിക്കുകയാണ്. പറഞ്ഞു തരാട്ടോ. നമുക്ക് അതൊക്കെ ഞാൻ സ്വായത്താക്കിയിട്ടുണ്ട്. വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യണം. ഭാഗവതമൊക്കെ ചർച്ച ചെയ്യണം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നാമകീർത്തനവും ഭഗവത്ഗീതയൊക്കെ ഒന്ന് കഴിയട്ടെ, നമുക്ക് ഭാഗവതവും ദേവി മഹാത്മ്യം ഒക്കെ എടുക്കണം. ആയിക്കോട്ടെ. ജയ് സായി മോഹൻ റാം.